വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ കാർഷിക വികസനവും സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനവും ലക്ഷ്യമിട്ടുള്ള ഹരിത കേരളം മിഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കൊല്ലയിൽ പഞ്ചായത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പുതിയ കാർഷിക സംസ്കാരമാണ് ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഗാനഗന്ധർവൻ യേശുദാസ്, മഞ്ജു വാര്യർ തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. കർക്കിടകം പെയ്തൊഴിഞ്ഞു ഒറ്റവരി നട്ടനാറിൽ പൊട്ടി വന്നു ചാറിലയും നെൽച്ചെടിയും നെൽക്കതിരും. അമരവിള കളത്തറയ്ക്കൽ ഏലായിൽ പാടത്ത് ഞാറുനട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹരിത കേരളം മിഷന് തുടക്കമിട്ടത്. നാടിനെ എല്ലാ നന്മകളോടെയും വരും തലമുറയ്ക്ക് കൈമാറാനാകണമെന്ന് മിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളും പങ്കുവഹിച്ചുകൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു മിഷനാണ്. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ എല്ലാവരും ഇതിൽ പങ്കുവഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നവകേരള മിഷൻ എന്ന് പറയുന്നത് ഒരു സർക്കാർ പദ്ധതിയല്ല. സർക്കാർ ഒരു കാര്യം പറയുന്നു എന്ന് മാത്രം, നമ്മളെല്ലാവരും കൂടിയാണ് നടപ്പാക്കേണ്ടത്. നാടിന്റെ നവീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾക്കായി എല്ലാവരും ഒന്നിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മിഷന്റെ അംബാസിഡറായ ഗാനഗന്ധർവൻ യേശുദാസ് ചടങ്ങിൽ ഹരിതഗീതം ആലപിച്ചു. ഹരിത കേരളം, ഇത് ഹരിത കേരളം, ഇത് ഹരിത കേരളം. അരുവികളിൽ തെളിനീരൊഴുകട്ടെ, എല്ലാ നാട്ടിലും തൊടിയിലും പച്ചപ്പുണരട്ടെ. ഹരിത കേരളം മിഷനിലൂടെ കേരളത്തിന്റെ കാർഷിക സമൃദ്ധി തിരിച്ചുപിടിക്കാനാകുമെന്ന് നടി മഞ്ജു വാര്യർ. ഈ ഹരിത കേരളം എന്ന പദ്ധതി ഏറ്റവും ജനകീയമായ ഒരു ദൗത്യമായി, ഏറ്റവും ജനപങ്കാളിത്തമുള്ള ഒരു ദൗത്യമായി മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. കേരളപ്പിറവിയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള നവകേരളം മിഷന്റെ ഭാഗമായാണ് ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്നത്. സംസ്ഥാനത്തിന്റെ കാർഷിക വികസനവും സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനവും ജലസ്രോതസ്സുകളുടെ സംരക്ഷണവുമാണ് മിഷന്റെ ലക്ഷ്യങ്ങൾ. മിഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനൊപ്പം പ്രാദേശിക തലങ്ങളിലും ഉദ്യമത്തിന് തുടക്കമായി. ക്യാമറ പേഴ്സൺസ് അഖിലേഷിനും ഷാജിലയ്ക്കുമൊപ്പം ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ഹരിത കേരള മിഷന്റെ ഉദ്ഘാടനം ഉത്സവമാക്കി കളത്തറയ്ക്കൽ ഗ്രാമം. ഏലായിൽ പാടത്ത് മുഖ്യമന്ത്രി ഞാറ് നട്ടപ്പോൾ നാടിന്റെ കാർഷിക സമൃദ്ധി തിരിച്ചുപിടിക്കുന്നതിന്റെ ആഹ്ലാദത്തിലായിരുന്നു നാട്ടുകാർ. ഹരിത കേരളം മിഷന്റെ ഉദ്ഘാടനത്തിന് വേദിയാകുമ്പോൾ തിരുവനന്തപുരം അമരവിളയിലെ കളത്തറയ്ക്കൽ ഗ്രാമം ഉത്സവ പ്രതീതിയിലായിരുന്നു. മണ്ണിന്റെ മണമുള്ള നാടൻ പാട്ടുകളുമായി അവർ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ വരവേറ്റു. മൺകുടത്തിൽ തൈകൾ നൽകിയാണ് വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത്. ഗാനഗന്ധർവൻ യേശുദാസ് ഹരിത കേരള ഗീതം ആലപിച്ചപ്പോൾ സദസ്സിൽ കരഘോഷം. ഉണരോ ഉണരുണരോ, കായലിൽ കുളങ്ങൾ തടാകവേദിലും. നാട് അഭിവൃദ്ധിയിലേക്ക് മടങ്ങുന്നതിന് ആശംസയുമായി നടി മഞ്ജു വാര്യർ എത്തിയതിലും നാട്ടുകാർക്ക് സന്തോഷം. ഏലായിൽ പാടത്ത് മുഖ്യമന്ത്രി തുടക്കമിട്ട ഞാറുനടിയിലിന് നിറഞ്ഞ മനസ്സോടെ കർഷകർ തുടർച്ചയേകി. നാട് വീണ്ടും കാർഷിക സമൃദ്ധിയിലേക്ക് തിരിച്ചെത്തുന്നതിൽ കർഷകർക്ക് ആഹ്ലാദം. അന്നേരം കുറച്ച് ദിവസം പണികളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം സന്തോഷമായിട്ട് ഈ കൃഷി ഗവൺമെൻറ് ഏറ്റെടുത്ത് ചെയ്തതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഇനിയും ജീവിക്കാം എന്നുള്ള താല്പര്യം മനസ്സിലുണ്ട്. ഏലായിലിൽ 14 ഏക്കർ പാടത്താണ് ഹരിത കേരളം മിഷന്റെ ഭാഗമായി നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹരിത കേരളം പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായ ജലസംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം പത്മശ്രീ ഭരത് മമ്മൂട്ടി നിർവഹിച്ചു. അവനവന് വേണ്ട ജലം അവനവൻ തന്നെ കണ്ടെത്തണമെന്നും വരാൻ പോകുന്നത് ജലദൗർലഭ്യത്തിന്റെ കാലമാണെന്നും മമ്മൂട്ടി പറഞ്ഞു. കാർഷിക പദ്ധതിയുടെ ഉദ്ഘാടനം ശ്രീനിവാസനും നിർവഹിച്ചു. എറണാകുളം ജില്ലയിലാകെ 2016 കേന്ദ്രങ്ങളിലാണ് ഹരിത കേരളം പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കാക്കനാട്ടെ കളക്ടറേറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. അന്തരീക്ഷ മലിനീകരണം, ജലമലിനീകരണം, മണ്ണിന്റെ മലിനീകരണം, ഏറ്റവും കൂടുതൽ നടക്കുന്ന മണ്ണിലെ മലിനീകരണമാണ്. ഇതെല്ലാം ഇല്ലാതാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ വഴി. അത് കൃഷി ചെയ്യുക എന്നത് മാത്രമാണ്, വേറൊന്നുമില്ല. മന്ത്രിക്കൊപ്പം ചലച്ചിത്ര താരങ്ങളായ മമ്മൂട്ടിയും ശ്രീനിവാസനും ചേർന്ന വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ജലം ദുരുപയോഗം ചെയ്യുകയാണെന്നും അതിന് തടയിട്ടില്ലെങ്കിൽ വലിയ വിപത്തിലേക്കായിരിക്കും വഴിവെക്കുന്നതെന്നും ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായ ജലസംരക്ഷണ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞു. ജലസംരക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അവരവർക്കുള്ള ജലം കണ്ടെത്തുക എന്നുള്ളതാണ്. ഫൈൻഡ് യുവർ ഓൺ വാട്ടർ. നമ്മുടെ ജലം നമ്മൾ തന്നെ കണ്ടെത്തണം.
നമ്മൾ മറ്റുള്ള ആളുടെ കിണറ്റിലെ വെള്ളം കണ്ട് നമ്മൾ അരിക്ക് വെള്ളം വെക്കരുത്, അരി വാങ്ങിക്കാൻ പോകരുത്. നമ്മുടെ കിണറ്റിൽ വെള്ളം ഉണ്ടാകുക, നമുക്ക് വെള്ളം കണ്ടെത്താൻ സാധിക്കുക, അതിനുള്ള പദ്ധതികളും അതിനുള്ള വിചാരങ്ങളും നമ്മളിപ്പോഴേ കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. കാർഷിക പദ്ധതിക്ക് നടൻ ശ്രീനിവാസനാണ് തുടക്കം കുറിച്ചത്. ലാഭമില്ലാത്തതുകൊണ്ടാണ് കൃഷി ചെയ്യാത്തതെന്നും ഇതിനായി ചൈനയെ മാതൃകയാക്കി ഭരണകൂടം വിപണിയിൽ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു. മാർക്കറ്റിൽ വില കിട്ടാത്തിടത്തോളം കാലം ആരും കൃഷി ചെയ്യാൻ പോകുന്നില്ല. അതിനുള്ള ശക്തമായ നടപടികൾ ആണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം തൃക്കാക്കര MLA PT തോമസ് നിർവഹിച്ചു. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P രാജീവ്, ഹൈബി ഈഡൻ MLA, കൊച്ചി മേയർ സൗമിനി ജെയിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ സനൽ, ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള തുടങ്ങി ജില്ലയിലെ വിവിധ സ്കൂൾ കോളേജുകളിൽ നിന്നുള്ള കുട്ടികൾ, കുടുംബശ്രീ പ്രവർത്തകർ, സർക്കാർ ജീവനക്കാർ, തദ്ദേശ ഭരണ കേന്ദ്രങ്ങളിലെ പ്രതിനിധികൾ എന്നിവരും വർണ്ണാഭമായി ഈ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഹരിത കേരളം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. ഓരോ ജില്ലയിലും സംസ്ഥാനത്തെ വിവിധ മന്ത്രിമാർ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഹരിത കേരളം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിച്ചു. കൊയിലാണ്ടി നഗരസഭയിലെ വെളിയന്നൂർ ചല്ലിയിൽ വർഷങ്ങളോളം തരിച്ചുകിടന്ന ഭൂമിയിൽ വിത്തുവിതറിയാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം കടമ്പഴിപ്പുറത്ത് മന്ത്രി P തിലോത്തമൻ നിർവഹിച്ചു. കോളശ്ശേരി പുത്തൻകുളം നവീകരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു ഹരിത കേരളം പദ്ധതിക്ക് ജില്ലയിൽ ആരംഭമായത്. കാസർകോട്ട് നീലേശ്വരം കോവിലകം ചിറയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. M രാജഗോപാലൻ MLA അധ്യക്ഷത നിർവഹിച്ചു. വയനാട്ടിൽ ഗതാഗത മന്ത്രി AK ശശീന്ദ്രനാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. എരനല്ലൂർ പനമരം ക്ഷേത്രക്കുളം നവീകരിച്ചുകൊണ്ട് പരിപാടിക്ക് ഹരിശ്രീ കുറിച്ചത്. കണ്ണൂരിൽ ചിറക്കൽ ചിറ നവീകരിച്ചുകൊണ്ടുള്ള ഹരിത കേരളം പദ്ധതി മന്ത്രി KK ശൈലജ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിലായിരുന്നു ചടങ്ങുകൾ. മന്ത്രി G സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സ്കൂൾ തല ഉദ്ഘാടനം മുഹമ്മദൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പത്തനംതിട്ടയിൽ തിരുവല്ല തച്ചമ്പടി കണ്ണക്കലാനിലെ പുനരുദ്ധാരണ പരിപാടിക്ക് മാത്യു T തോമസ് തുടക്കം കുറിച്ചു. കോട്ടയം ജില്ലാതല ഉദ്ഘാടനം കടുത്തുരുത്തി മണ്ഡലത്തിലെ മാങ്ങാട്ടുചിറയിൽ മന്ത്രി K രാജുവായിരുന്നു നിർവഹിച്ചത്. ഇടുക്കിയിൽ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ ജില്ലാതല ഉദ്ഘാടനം നെന്മണിക്കര പഞ്ചായത്തിലെ മണലിപ്പുഴ ശുചീകരിച്ച് മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. മലപ്പുറത്ത് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭയിൽ മന്ത്രി KT ജലീൽ നിർവഹിച്ചു. തുടർന്ന് കുറ്റിപ്പുറം മിനി പമ്പയിൽ തടയണ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്. കാർഡ് ഉപയോഗിച്ച് പെട്രോൾ ഡീസൽ വാങ്ങുന്നവർക്ക് ഇളവ് നൽകുമെന്ന് സർക്കാർ. നടപ്പാക്കുന്ന തീയതി ഉടൻ പ്രഖ്യാപിക്കും. അതേസമയം ഡിസംബർ 10 ശേഷം റെയിൽവേ ടിക്കറ്റിന് പഴയ 500 രൂപ നോട്ടുകൾ സ്വീകരിക്കില്ല. മെട്രോ സ്റ്റേഷനുകളിലും നിയമം ബാധകമാക്കി. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി മനുശങ്കർ ദില്ലിയിൽ നിന്നും ചേർന്നു. മനു, നേരത്തെ പെട്രോൾ, വൈദ്യുതി, വെള്ളം എന്നിവയ്ക്ക് സർക്കാർ അനുവദിച്ച ഇളവ് വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. ഇപ്പോൾ അവശ്യ സർവീസുകളായ റെയിൽവേ, ആശുപത്രി തുടങ്ങിയവയുടെയും ഇളവ് വെട്ടിച്ചുരുക്കുന്നു. ഇത് സാധാരണ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും വലിയ ദുരന്തത്തിലേക്കാകും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപനത്തിന് 1 മാസം പ്രായം തികയുന്ന വേളയിലാണ് ഇപ്പോൾ അത്യാവശ്യ സേവനങ്ങൾക്കുള്ള ഇളവ് കൂടി കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിരിക്കുന്നത്. സർക്കാർ ഇടപാടുകൾ, ആശുപത്രി സേവനങ്ങൾ, റെയിൽവേ, പരീക്ഷാ ഫീസുകൾ എന്നിവയ്ക്കായി പഴയ 500 രൂപ നോട്ടുകൾ ഈ മാസം 15 വരെ ഉപയോഗിക്കാമെന്ന ഇളവാണ് ധനമന്ത്രാലയം വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. പുതിയ തീരുമാനപ്രകാരം ഈ മാസം 10-ാം തീയതി വരെ മാത്രമേ ഈ അവശ്യ സർവീസുകൾക്ക് പഴയ 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കാനാകൂ. നേരത്തെ പെട്രോൾ, വൈദ്യുതി, ജലബില്ലുകൾ അടയ്ക്കുന്നതിനുള്ള ഇളവും ധനമന്ത്രാലയം നിർത്തലാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ആശുപത്രി സേവനങ്ങൾക്കും റെയിൽവേ സേവനങ്ങൾക്കും പഴയ 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കാമെന്ന ഇളവ് കൂടി ധനമന്ത്രാലയം നിർത്തലാക്കിയിരിക്കുന്നത്. അതേസമയം ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇപ്പോൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ പ്രാബല്യത്തിലാക്കുന്നതിന്റെയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും ഭാഗമായി ചില ഡിസ്കൗണ്ടുകൾ നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പെട്രോളും ഡീസലും വാങ്ങുന്നവർക്കാണ് ഡിസ്കൗണ്ടുകൾ നൽകുക. കാർഡ് ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്നവർക്ക് 0.75% വിലക്കുറവാണ് നൽകുക. ഇതോടൊപ്പം സബർബൻ ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങിനും മറ്റും ഡിജിറ്റൽ കാർഡ് ഉപയോഗിച്ച് നടത്തുന്നവർക്ക് 0.5% ഇളവ് ഈ ടിക്കറ്റ് പൈസയിൽ നൽകുമെന്നാണ് റെയിൽവേ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം റെയിൽവേ ടിക്കറ്റ് ബുക്കിങ്ങിനും മറ്റും 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് നൽകാൻ റെയിൽവേയുമായി ധാരണയിലായതായും ധനമന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് 8%, ജനറൽ ഇൻഷുറൻസിന് 10% ഇളവാണ് ഇപ്പോൾ ധനമന്ത്രാലയം നൽകാൻ
തീരുമാനിച്ചിരിക്കുന്നതായി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഗ്രാമങ്ങളിൽ 2 POS മെഷീനുകൾ എങ്കിലും ലഭ്യമാക്കും. 1 ലക്ഷം ഗ്രാമങ്ങളിൽ എങ്കിലും ഈ പദ്ധതി അടിയന്തരമായി നടപ്പാക്കുമെന്ന് കൂടിയാണ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചിരിക്കുന്നത്. ഈ ക്യാഷ്ലെസ് എക്കോണമി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം ഡിജിറ്റൽ കാർഡുകൾ ഉപയോഗിച്ചുള്ള വിനിമയത്തിന് ഇളവുകൾ കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇപ്പോൾ ദില്ലിയിൽ പറഞ്ഞിരിക്കുന്നത്. മരിയ, ദില്ലിയിൽ നിന്ന് മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ചെന്നൈയിൽ 90 കോടി രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുത്തതിൽ 70 കോടി രൂപയുടേത് പുതിയ നോട്ടുകളാണ്. 100 കിലോ സ്വർണവും ആദായ നികുതി ഉദ്യോഗസ്ഥർ പിടികൂടി. ടി നഗറിലെയും അണ്ണാനഗറിലെയും 8 വ്യാപാര സ്ഥാപനങ്ങളിലായിരുന്നു റെയ്ഡ്. അതേസമയം കർണാടകയിലെ ഗുൽബർഗയിലും 25 ലക്ഷം രൂപയുടെ കള്ളപ്പണം പിടികൂടി. പുതിയ 2000 രൂപയുടെ നോട്ടുകളാണ് പിടിച്ചെടുത്തത്. സംസ്ഥാനത്തെ ട്രഷറി പ്രവർത്തിപ്പിക്കുന്നതിന് ഇന്ന് 73.89 കോടി ആവശ്യപ്പെട്ടപ്പോൾ 54.11 കോടി മാത്രമാണ് ലഭിച്ചത്. പത്തനംതിട്ട, വയനാട് എന്നീ ട്രഷറികൾക്ക് ഒരു തുക പോലും ലഭിച്ചില്ല. 2 ട്രഷറികൾക്ക് മാത്രമാണ് ആവശ്യപ്പെട്ട പണം മുഴുവൻ കിട്ടിയത്. എറണാകുളവും കാസർഗോഡും. 7.3 കോടി ചോദിച്ച കൊട്ടാരക്കര ട്രഷറിക്ക് കിട്ടിയത് 4.9 കോടി. ഇരിഞ്ഞാലക്കുട ജില്ലാ ട്രഷറിക്കും ചോദിച്ചതിൽ 53% മാത്രമാണ് ലഭിച്ചതെന്ന് ധനമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. നോട്ട് പിൻവലിക്കൽ ധനികരെ കൂടുതൽ ധനികരാക്കിയെന്ന് മോദി പകൽ സ്വപ്നം കാണുകയാണെന്നും CPIM ജനറൽ സെക്രട്ടറിയും രാജ്യസഭാംഗവുമായ സീതാറാം യെച്ചൂരി പറഞ്ഞു. നോട്ട് പിൻവലിച്ച് 1 മാസം തികയുന്ന വേളയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. आज हमारा विरोध प्रकट कर रहे थे हम, 1 महीना हो गया ये नोटबंदी के बाद, और इस 1 महीने के अंदर लोगों के सामने जो रोजमर्रा जिंदगी बिताने के लिए जो दिक्कतें हैं, ये दिक्कतें बड़ी तेजी के साथ बढ़ रहे हैं, घट नहीं रहे। लाखों की तादाद में, करोड़ों की तादाद में लोग ऐसे हैं जिनको रोज दिहाड़ी के आधार पर जो पैसा मिलता था, जिस पे उनकी परिवार का गुजारा होता था, वो अब भूखे हैं, लाचार हैं और वो भटक रहे हैं। 100 से ज़्यादा लोग तो मर चुके हैं नए नोटों के लाइनों में खड़े के इस चक्कर में। अब क्या करना चाहता है ये सरकार और प्रधानमंत्री, ये स्पष्ट समझ में नहीं आ रहा। മിത്രോം എന്ന ഹിന്ദി വാക്കിന് പുതിയ അർത്ഥം. വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തമെന്നാണ് അർബൻ ഡിക്ഷണറി പുതിയ അർത്ഥം നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രയോഗത്തെ തുടർന്നാണ് പുതിയ വ്യാഖ്യാനം. മേരെ പ്യാരെ മിത്രോം എന്നാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുക. വാക്കിന്റെ ഉത്ഭവം ഹിന്ദിയിൽ നിന്നാണെന്നും ഡിക്ഷണറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേരെ പ്യാരെ മിത്രോം, എത്ര ഇമ്പമുള്ള സ്നേഹത്തോടെയുള്ള അഭിസംബോധന. എന്നാൽ അങ്ങനെയങ്ങ് മതിമറക്കണ്ട. കേട്ടാൽ അപ്പോൾ തന്നെ കരുതിയിരിക്കുക. മുന്നറിയിപ്പ് നൽകുന്നത് അർബൻ ഡിക്ഷണറിയാണ്. നോട്ട് അസാധുവാക്കി നവംബർ 8 ആ മിത്രോം വിളി നാട്ടുകാർക്കുള്ള 8 പണിയായി മലയാളി അന്ന് തന്നെ വിലയിരുത്തിയപ്പോൾ അതങ്ങനെ തന്നെ കുറച്ചു ഗമയിൽ അർബൻ ഡിക്ഷണറി ഇച്ചിരി പരിഷ്കാരമൊക്കെ നൽകി എന്നു മാത്രം. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രിയപ്പെട്ട മിത്രോം എന്ന വാക്കിന് ആരോൺ പെക്കാമിന്റെ അർബൻ ഡിക്ഷണറി നല്ല വിശദമായ വ്യാഖ്യാനം തന്നെ തരുന്നു. 2 അർത്ഥതലങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് 2 മുന്നറിയിപ്പുകളാണ്. ഒന്ന്, സംശയത്തിന്റെ നിഴലിലേ അല്ലാത്ത ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ഇത്തിരി സമയമെടുത്ത് മാത്രം മറികടക്കാൻ പറ്റുന്ന എന്തോ ഒരു പ്രഹരം ലഭിക്കാൻ പോകുന്നു. 2, കുറേ ആളുകൾക്ക് വരാൻ പോകുന്ന മോശം സംഭവത്തിന്റെ സൂചന. ഇനി ഇത് മനസ്സിൽ വെച്ച് മോദിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे. മിത്രോം വാക്കിന് ഒരു വാക്യത്തിൽ പ്രയോഗിച്ച ഉദാഹരണവും അർബൻ ഡിക്ഷണറി നൽകുന്നുണ്ട്. അതിങ്ങനെയാണ്: മിത്രോം, നവംബർ 8 രാത്രി പാവങ്ങൾ പട്ടിണി പാവങ്ങളാകും. വാക്കിന്റെ ഉത്ഭവം ഹിന്ദിയിൽ നിന്ന് തന്നെയാണെന്നും സൂചിപ്പിക്കാൻ മറന്നിട്ടില്ല അർബൻ ഡിക്ഷണറി. മിത്രോം എന്ന വാക്കിന് സുഹൃത്ത് എന്നൊരു ഐറോണിക് അർത്ഥമുണ്ടെന്നും വിശദീകരിക്കുന്നു. ജനവിരുദ്ധ പ്രഖ്യാപനങ്ങൾക്കാണ് ഈ വാക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നും അർബൻ ഡിക്ഷണറി പറയുന്നു. പുറത്തുനിന്നും ആളുകൾക്ക് പുതിയ വാക്കുകൾ അർബൻ ഡിക്ഷണറിയിലേക്ക് സംഭാവന ചെയ്യാമെങ്കിലും വിദഗ്ധ അംഗങ്ങളുടെ നിരീക്ഷണത്തിന് ശേഷം മാത്രമാണ് വാക്കുകൾ പ്രസിദ്ധപ്പെടുത്തുക എന്ന് പെക്കാമും ഉറപ്പു പറയുന്നു. പ്യാരെ ദേശവാസിയും മേരെ പ്യാരെ മിത്രോം എന്നൊക്കെയുള്ള മോഡിയുടെ സ്നേഹവാക്കുകൾക്ക് ഇത് ഏത് പാതിരാത്രിക്കും ഞെട്ടിയെണീക്കാൻ പറ്റിയ അലാറം ആക്കാം എന്നതടക്കമുള്ള മലയാളം ട്രോളുകൾക്ക് മുന്നിൽ ഇതൊക്കെ എന്ത് എന്ന് ചിന്തിക്കുന്ന മലയാളികളും ചുരുക്കമല്ല. ന്യൂസ് ഡെസ്ക്. വാർത്തകളിലേക്ക്. തമിഴ്നാട് മുഖ്യമന്ത്രിയാകാൻ ശശികല നീക്കങ്ങൾ ശക്തമാക്കുന്നു. 135 അണ്ണാ DMK MLA-മാരിൽ 100 പേരുടെ പിന്തുണ ശശികലയ്ക്കുണ്ട്. പനീർശെൽവത്തെ പെട്ടെന്ന് മുഖ്യമന്ത്രിയാക്കിയത് ശശികലയ്ക്കെതിരെയുള്ള കലാപം ഒഴിവാക്കാനെന്നും സൂചനയുണ്ട്. മുഖ്യമന്ത്രി പനീർശെൽവവും മന്ത്രിമാരും ഇന്ന് ശശികലയുമായി കൂടിക്കാഴ്ച നടത്തി. ജയലളിതയുടെ മരണത്തിനു ശേഷം തോഴി ശശികലയാണ് തമിഴ്നാട്ടിലെ അധികാര കേന്ദ്രം. മുഖ്യമന്ത്രി O. പനീർശെൽവം പാവ റോളിലാണ്.
135 MLA-മാരിൽ 100 പേരുടെയെങ്കിലും പിന്തുണ ഉറപ്പിച്ചാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും ലക്ഷ്യമിട്ടുള്ള ശശികലയുടെ നീക്കങ്ങൾ. അണ്ണാ DMK-യിലെ ജാതി സമവാക്യങ്ങളും ശശികലയ്ക്ക് അനുകൂലമാണ്. നിർണായക സ്വാധീനമുള്ള തേവർ സമുദായാംഗമാണ് ശശികലയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പനീർശെൽവവും. പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നതിൽ എതിർപ്പ് നേരിട്ടാൽ പനീർശെൽവത്തെ മാറ്റി രണ്ടാമത്തെ സ്വാധീന സമുദായമായ ഗൗണ്ടർ വിഭാഗത്തിൽപ്പെട്ട K. പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാനും ആലോചനയുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അധികാരം കൈയാളിയതിനു ശേഷം പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുകയാണ് ലക്ഷ്യം. അതേസമയം ജയലളിത പുറത്താക്കിയ ശശികലയുടെ ഭർത്താവ് നടരാജൻ, അടുത്ത ബന്ധുവിൻ്റെ ഭർത്താവ് രാവണൻ, അനന്തരവൻ TV ദിനകരൻ തുടങ്ങി മണ്ണാർക്കുടി മാഫിയ എന്നറിയപ്പെടുന്ന ബന്ധുക്കൾ അധികാര കേന്ദ്രമാകുന്നതിൽ അണ്ണാ DMK-യിലെ ശശികല വിരുദ്ധർ അതൃപ്തരാണ്. ജയലളിതയുടെ മൃതദേഹം അടക്കിയ ചന്ദനപ്പെട്ടിയിൽ പുരട്ചി തലവി സെൽവി ജെ ജയലളിത എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത എന്ന് എഴുതാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കാനാണ് പനീർശെൽവത്തെ തിടുക്കപ്പെട്ട് മുഖ്യമന്ത്രിയാക്കിയതെന്നും ശശികല വിരുദ്ധർ കരുതുന്നു. എന്നാൽ BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി സഹായത്തോടെ ശശികല നടത്തുന്ന നീക്കങ്ങൾക്കെതിരായ പ്രതിരോധം തീർത്തും ദുർബലമാണ്. ന്യൂസ് ബ്യൂറോ, ചെന്നൈ. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമെന്ന് അലഹബാദ് ഹൈക്കോടതി. മുത്തലാഖ് ഭരണഘടനാനുസൃതമായ മൌലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വ്യക്തിനിയമ ബോർഡുകൾ ഭരണഘടനയ്ക്ക് മുകളിലല്ല. ഭരണഘടനയ്ക്ക് വിധേയമായി മാത്രമേ ഈ വ്യക്തിനിയമ ബോർഡുകൾക്ക് പ്രവർത്തിക്കാനാകൂ എന്നും കോടതി വ്യക്തമാക്കി. മുത്തലാഖിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഇങ്ങനെ ഉത്തരവിട്ടത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ധരിച്ച് പ്രവേശിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവ് റദ്ദാക്കിയ കോടതി നിലവിലുള്ള സ്ഥിതി തുടരാൻ നിർദ്ദേശിച്ചു. ക്ഷേത്ര ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും മാറ്റാൻ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കി. ക്ഷേത്രകാര്യത്തിൽ തന്ത്രിയുടെ തീരുമാനമാണ് അന്തിമമെന്ന് ഹർജി പരിഗണിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ജസ്റ്റിസ് തോട്ടത്തിൽ B. രാധാകൃഷ്ണൻ, ദേവൻ രാമചന്ദ്രൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. ചുരിദാർ ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഏതാനും ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവിലുള്ള ആചാരങ്ങൾ തുടരാമെന്ന് കോടതി വ്യക്തമാക്കി. കീഴ്വഴക്കങ്ങളും ആചാരങ്ങളും മാറ്റാൻ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അധികാരമില്ല. തീരുമാനമെടുക്കാനുള്ള അധികാരം തന്ത്രിക്കും ക്ഷേത്ര ഭരണസമിതിക്കുമാണുള്ളത്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവ് ക്ഷേത്രാചാരങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം കരമന സ്വദേശിനി റാണി V. നായർ, ആലപ്പുഴ സ്വദേശി P. വെങ്കട്ടരാമ അയ്യർ തുടങ്ങിയവർ കോടതിയെ സമീപിച്ചത്. ആദ്യം സിംഗിൾ ബെഞ്ച് പരിഗണിച്ച കേസ് ദേവസ്വം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിവിഷൻ ബെഞ്ചിന് കൈമാറുകയായിരുന്നു. ചുരിദാർ ധരിച്ചു വരുന്നവർ അതിനു മുകളിൽ മുണ്ടുടുത്തുകൊണ്ടേ അമ്പലത്തിനകത്ത് പ്രവേശിക്കാവൂ എന്നതാണ് കീഴ്വഴക്കം. ചുരിദാറിന് മുകളിൽ മുണ്ട് ധരിക്കേണ്ട എന്ന ഉത്തരവ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇറക്കിയതോടെ പ്രതിഷേധവുമായി ചില ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2008 മുംബൈ താജ് ഹോട്ടലിലെ ഭീകരാക്രമണത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ കണ്ണൂർ അഴീക്കോട് സ്വദേശി മനീഷ് ഇത്തവണയും അയ്യപ്പ ദർശനം നടത്തി. തുടർച്ചയായ 6ാം വർഷമാണ് മനീഷ് മല ചവിട്ടുന്നത്. മനീഷിനോടൊപ്പം അമ്മയും 5 സൈനികരുമടക്കം 16 പേരാണ് അയ്യപ്പ ദർശനത്തിന് എത്തിയത്. 2008 മുംബൈ അറ്റാക്കിലുണ്ടായ ഗുരുതരമായ പരിക്കിന്റെ വേദനകളൊന്നും തന്നെ തളർത്തിയിട്ടില്ല എന്നതാണ് ഓരോ വർഷവും അയ്യപ്പ സന്നിധിയിലെത്തുന്ന മനീഷ് എന്ന NSG കമാൻഡോയുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് 6ാം വർഷമാണ് മനീഷ് അയ്യപ്പനെ തൊഴാനെത്തുന്നതും. ഞാനിത് 6ാമത്തെ പ്രാവശ്യമാണ് ശബരിമലയിലേക്ക് വരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ നടന്നിട്ട് വന്നു. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ ലിഗമെന്റ് ഫ്രാക്ചർ ആയതുകൊണ്ട് എനിക്ക് തോന്നി നടക്കാൻ വേണ്ടി പറ്റില്ല എന്ന്. പക്ഷേ എൻ്റെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കാം, അയ്യപ്പ സ്വാമിയുടെ ഒരു വിശ്വാസം എന്നെ കൊണ്ടായിരിക്കാം എന്നെ ഒന്നും സംഭവിക്കാതെ ഇതുവരെ എത്തി. മനീഷിനോടൊപ്പം വന്ന 5 പേരും സൈനികരാണ്. കണ്ണൂർ മൂന്നുനിരത്ത ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നാണ് മനീഷും മനീഷിന്റെ അമ്മ സരസ്വതിയും മറ്റ് 14 പേരും കെട്ടുമുറുക്കി ശബരിമലയിലേക്ക് യാത്ര ആരംഭിച്ചത്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള യാത്ര അതികഠിനമായിരുന്നെങ്കിലും നടക്കാനുള്ള കാലിന്റെ ബുദ്ധിമുട്ടുകൾ എല്ലാം അവഗണിച്ച് നടന്നു തന്നെയാണ് മനീഷ് സന്നിധാനത്തെത്തിയത്. 2008 നടന്ന അക്രമത്തിൽ ശരീരത്തിൽ പതിച്ച ഗ്രനേഡിന്റെ ഒരംശം ഇപ്പോഴും ശരീരത്തിൽ പേറിയാണ് മനീഷിന്റെ പിന്നീടുള്ള ജീവിതം. വിജേഷ് നടുവിൽ, സന്നിധാനം.